നിങ്ങളുടെ 30കളിലോ 40കളിലോ ആണോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ചിന്ത ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ലേറ്റ് ആയി പോയോ എന്നുള്ളൊരു ചിന്ത കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ? എന്നൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ലേറ്റ് ആയി പോയി എന്ന് കരുതി നിങ്ങളുടെ മുന്നിൽ ഇനി അവസരമില്ല എന്നല്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോൾ 21 വയസ്സിലോ 25 വയസ്സിലോ നിങ്ങൾ ഇത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 35-40 വയസ്സാകുന്ന സമയത്ത് കോടികളൊക്കെ സമ്പാദിക്കാം എന്ന് പലപ്പോഴും നമ്മൾ റീല് കാണാറുണ്ട്. ആ ആളുകൾ എന്ത് സ്ട്രാറ്റജിയാണോ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ആ സ്ട്രാറ്റജി അല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി സമയം കുറച്ച് നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ലേറ്റായി പോയി എന്നുള്ള ചിന്ത എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? കാരണം ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈ കോമ്പൗണ്ടിങ്ങിൽ പണം എപ്പോഴും വളരുന്നത് എത്രത്തോളം സമയം നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ബേസിസിലാണ്. കോമ്പൗണ്ടിങ് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. ഈ കോമ്പൗണ്ടിങ്ങിന്റെ റിയൽ പവർ എന്താണ് എന്നുള്ളത് അധികം ആർക്കും അറിയാതിരിക്കുന്ന ഒരു കാര്യമാണ്. കോമ്പൗണ്ടിങ്ങിന് എത്രത്തോളം സമയം നമുക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ പണം നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതായത് ഒരു 21 വയസ്സുള്ള ഒരാള് ചെറിയ തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ എത്രത്തോളം കാലം, അതായത് 40-45 വയസ്സ് വരെയൊക്കെ അവൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയധികം അസറ്റ് അവന് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം സമയം അവന് വേണ്ടി ജോലി ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഒരു 35 വയസ്സായിട്ടുണ്ടെങ്കിൽ അവന് കിട്ടുന്ന അത്രയും സമയം നിങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല. അവിടെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അവന് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടൈമിനെ റീപ്ലേസ് ചെയ്യാം. അതിൽ ഒന്നാമത്തത്, അവൻ ചെറിയ തുകയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ അവന്റെ ടൈമിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സ്മാർട്ടർ ആയിട്ടുള്ള അസറ്റ് അലോക്കേഷനും പഠിച്ച് മനസ്സിലാക്കേണ്ടി വരും. ഇത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. സ്റ്റെപ്പ് 1, ഹൈ SIP സ്ട്രാറ്റജി. ഇപ്പൊ ഭൂരിഭാഗം ആളുകളും ചെയ്യാറുള്ള വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻകം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് EMIയും ബാക്കി എക്സ്പെൻസസും ഒക്കെ ചെലവാക്കിയതിന് ശേഷം ചിലപ്പോൾ കിട്ടുന്ന ചെറിയ എമൗണ്ട് ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് സമയം പോയി. അപ്പൊ നിങ്ങൾ അവിടെ വേറൊരു രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അയാൾക്ക് 25 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അയാള് ഒരു 10,000 രൂപ വെച്ചിട്ട് അയാളുടെ 25ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അയാൾ ഒരു 10 വർഷം ഈ ഇൻവെസ്റ്റ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഈ 10 വർഷം കൊണ്ട് വലിയൊരു തുക അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഓൾറെഡി ആ ഒരു 10 വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അവിടെ നമ്മൾ ഈ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ ഉണ്ടാക്കിയെടുത്തൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ അവിടെ എന്താ സൊല്യൂഷൻ? സാധാരണഗതിയിൽ എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. ഇൻകം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള തുകയ്ക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അത് ആദ്യത്തെ 1 വർഷം 2 വർഷമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുകയാണ്, അതിന്റെ റിയൽ പവർ നിങ്ങൾക്ക് മനസ്സിലാകുകയാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വളരെ വലിയ അസറ്റുകൾ ബിൽഡ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അതിനൊരു പ്രാക്ടിക്കൽ തമ്പ് റൂൾ ഉണ്ട്. ലേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അയാളുടെ ഇൻകത്തിന്റെ 30% മുതൽ 40% വരെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റെപ്പ് 2, ഹൈബ്രിഡ് അസറ്റ് അലോക്കേഷൻ. ഭൂരിഭാഗം ആളുകളും ലേറ്റ് ആയിട്ട് തുടങ്ങിയാൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിൽ ഒന്നാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ തുകയും കൂടെ കൊണ്ടുപോയി ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സമയം ഇപ്പൊ നമ്മുടെ നിഫ്റ്റി, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു 3 വർഷം മുൻപ് എവിടെയാണോ നിന്നത് ഏറെക്കുറെ അതേ സ്ഥലത്തൊക്കെ തന്നെയാണ്. അതായത് ഈ 3-3.5 വർഷം കൊണ്ട് നമ്മുടെ നിഫ്റ്റി, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പ്രത്യേകിച്ച് വലിയ റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല എന്നർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു സമയത്ത് തുടങ്ങിയ ഒരു വ്യക്തി അയാള് മടുത്തിട്ട് ഈ പണി നിർത്തിയിട്ടുണ്ടാവില്ലേ? കാരണം വലിയ പ്രതീക്ഷയോടുകൂടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, പക്ഷെ ഒരു ഗ്രോത്തും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് ഉണ്ടാവുന്നില്ല. ഏറെക്കുറെ ചെറിയ ലാഭം, ചെറിയ നഷ്ടം, ഏറെക്കുറെ ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. മടുത്ത് നിർത്തി പോയിട്ടുണ്ടാവൂലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഒരിക്കലും ആ രീതിയിലല്ല അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഒരുപാട് സമയം മുന്നോട്ട് കിടക്കുന്നില്ല എന്നാണ്. അങ്ങനെ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ
ഒരു 60% മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി ഒരു 30% അവരെപ്പോഴും ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൺസിഡർ ചെയ്യണം. ബാക്കിയുള്ള 10% ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ പോലെയുള്ള അസറ്റ് ക്ലാസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ റിട്ടേൺസ് തന്നിട്ടില്ല എന്നുള്ള കാര്യം. അതേസമയം ഗോൾഡ് ആണെങ്കിലോ റെക്കോർഡ് വിലയിൽ എത്തി നിൽക്കുക. ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതെപ്പോഴും ഒരു ഫിക്സഡ് റിട്ടേൺസ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിൽ ഇടില്ലേ, അപ്പൊ ഒരു റിട്ടേൺസ് അതിൽ നിന്നും ഫിക്സഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കൂലേ, അതേപോലെ തന്നെ ഒരു ഫിക്സഡ് റിട്ടേൺസ് ബോണ്ടുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ച 3 വർഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു വ്യക്തി സ്റ്റോക്ക് മാർക്കറ്റിൽ 60%, ബാക്കി 30% ഡെപ്റ്റ് ഫണ്ടുകളിലും ബാക്കി 10% ഗോൾഡിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല. പക്ഷേ ബോണ്ടുകൾ ഒരു ന്യായമായിട്ടുള്ള ഒരു റിട്ടേൺസ് എപ്പോഴും തരും. ഗോൾഡ് റെക്കോർഡ് റിട്ടേൺസും തന്നിട്ടുണ്ടാവും. അയാള് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ തന്നെ ആയിരിക്കൂലേ ഈ ഒരു മോശം അവസ്ഥയിൽ പോലും. അപ്പൊ ഇങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തുകയെ ഡിവൈഡ് ചെയ്ത് പല പല അസറ്റ് ക്ലാസുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്കിത് മടുത്ത് നിർത്തി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തൂല. എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും സേഫ് ആണ്. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഹൈബ്രിഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക കേട്ടോ. സ്റ്റെപ്പ് 3, ഇൻകം ഗ്രോത്ത്. ഭൂരിഭാഗം ആളുകളും ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഒന്ന് ചിന്തിക്കുക, 2 വ്യക്തികൾ, ഒരാൾക്ക് ഒരു 30,000 രൂപ സാലറി ഉണ്ട്, മറ്റൊരാൾക്ക് ഒരു 70,000 രൂപ സാലറി ഉണ്ട് എന്ന് വിചാരിക്കും. ഇവർ രണ്ടുപേരും ഒരേ ഡിസിപ്ലിനോട് കൂടി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും വിചാരിക്കും. ഈ 2 വ്യക്തികൾക്കും 2 ഡിഫറെന്റ് എമൗണ്ട് ആയിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ സാലറിയെ വെച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ ഈ 2 വ്യക്തികൾക്കും ഒരേ ഡിസിപ്ലിൻ ആണെങ്കിൽ പോലും അവരുണ്ടാക്കുന്ന റിട്ടേൺസിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകില്ലേ. അപ്പൊ ഒരാള് എപ്പോഴും ചിന്തിക്കേണ്ടത് എന്റെ ഇൻകം അല്ലെങ്കിൽ എന്റെ ഏർണിങ്സ് എങ്ങനെ മെച്ചപ്പെടുത്തിയെടുത്ത് എനിക്ക് കുറെ കൂടെ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളുടെ സാലറിയിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എത്രയാണോ അതിന്റെ കൂടെ 5,000-ഓ 10,000-ഓ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കില്ലേ. അപ്പൊ ഇങ്ങനെ 5,000-ഓ 10,000-ഓ അധികം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങളുടെ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് അധികം സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ എംപ്ലോയർ എന്തായാലും നിങ്ങൾക്ക് കുറച്ചധികം പണം സാലറി ആയിട്ട് തരാൻ സാധ്യതയില്ലേ. രണ്ടാമത്തത്, നിങ്ങൾക്കൊരു തോന്നലുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കുറവാണ്, ഇതിനേക്കാൾ കൂടുതൽ സാലറിയിൽ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും കുറച്ചും കൂടെ നന്നായിട്ട് പേ ചെയ്യുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുക. മൂന്നാമത്തത്, നിങ്ങളുടെ ഏർണിങ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് അത്യാവശ്യം ഭേദപ്പെട്ട സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും എല്ലാ ദിവസവും കുറഞ്ഞതിന് 2 മണിക്കൂറെങ്കിലും ഇവൻ സ്വിഗ്ഗി ഓടാൻ പോകും. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ടിനെ അതുപോലെ തന്നെ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ അറിയാം ഈ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അധികം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് മുൻപേ ഓടിയ ആളുകളുടെ കൂടെ ഓടിയെത്താൻ പറ്റുക എന്നുള്ള തിരിച്ചറിവ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ കോണ്ടന്റുകൾ ചെയ്തിട്ടിട്ട് നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പുതിയ ഇൻകം സോഴ്സസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനത് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അധികം ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന സോഴ്സസ് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇൻകത്തിന്റെ മുകളിൽ കുറച്ചും കൂടെ ഇൻകം കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ചിന്തിക്കുക. സ്റ്റെപ്പ് 4, റിസ്ക് മാനേജ്മെന്റ്. ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂജ് റിസ്ക് ഉള്ള കാര്യങ്ങളിലൊന്നും പോയിട്ട് തലവെക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലോ ടെലഗ്രാമിലോ ഒക്കെ കണ്ടിട്ടില്ല മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടിയായിട്ടോ 3 ഇരട്ടിയായിട്ടോ 10 ഇരട്ടിയായിട്ടോ ഒക്കെ റിട്ടേൺസ് തിരിച്ചു കിട്ടുമെന്ന്. അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. ഒന്ന് ശ്രദ്ധ പോയാൽ അത് 0 ആയി മാറുകയും ചെയ്യും.
അപ്പൊ അങ്ങനെയുള്ള ഹ്യൂജ് റിസ്ക് കാറ്റഗറിയിലേക്ക് ഒരിക്കലും പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റിന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വെക്കുക. ഒന്നാമത്തത് എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. എന്താണ് എമർജൻസി ഫണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി നിങ്ങളുടെ ഇൻകം സോഴ്സ് സ്റ്റോപ്പായി പോയാലും നിങ്ങൾക്ക് കുറച്ചു കാലങ്ങളിലേക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഫണ്ട് നിങ്ങൾ മുൻകൂട്ടി കരുതി വെക്കുന്നതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുക. അപ്പോൾ എമർജൻസി ഫണ്ടിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ ഐ ബട്ടണിൽ എന്താണ് ഒരു എമർജൻസി ഫണ്ട് എന്നും എങ്ങനെയാണ് എമർജൻസി ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പൊ അത് കണ്ടിട്ട് എന്താണ് എമർജൻസി ഫണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ റിസ്ക് എന്താണ്? അൺപ്രെഡിക്റ്റഡ് ആയിട്ട് വരുന്ന ഹോസ്പിറ്റൽ കേസസ്. ഒരു ഹോസ്പിറ്റൽ കേസ് മതിയില്ലേ നമ്മുടെ എല്ലാ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും തകർത്തുകൊണ്ട് ഒരു കടബാധ്യതയിലേക്ക് തള്ളിവിടാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ എങ്ങനെയാണ് ഓരോരുത്തരും ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യേണ്ടതെന്നും ഓരോരുത്തർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ വീഡിയോ വിശദമായിട്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഞാൻ ഐ ബട്ടണിൽ അതിൻ്റെയും ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതും വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മനസ്സിലാക്കിക്കോ, വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഗെയിൻ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ലോസസിനെ കട്ട് ചെയ്തുകൊണ്ടുകൂടെയാണ്. സ്റ്റെപ്പ് 5, ഗോൾ ഓറിയന്റഡ് ഇൻവെസ്റ്റിംഗ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ലൈഫിൽ ചെയ്തു തീർക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിട്ടയർമെന്റ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്നിങ്ങനെയുള്ളത്. അപ്പോൾ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം മുന്നിലുണ്ട്. അപ്പോൾ അതിന് വേറെ സ്ട്രാറ്റജിയും, എന്നാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് അധികം സമയമില്ല, അതിന് വേറെ സ്ട്രാറ്റജിയുമാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുള്ള റിട്ടയർമെന്റ്, ഈ റിട്ടയർമെന്റിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അലോക്കേഷൻ ഇക്വിറ്റി, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ കുട്ടികളുടെ എഡ്യൂക്കേഷന് അത്രയധികം സമയം നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന് നിങ്ങൾ ഒരിക്കലും ഇക്വിറ്റി മാർക്കറ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലല്ല കൂടുതൽ അലോക്കേഷൻ കൊടുക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കുറഞ്ഞ അലോക്കേഷനും ഡെപ്റ്റ് ഫണ്ടോ അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ അങ്ങനെയുള്ള ഫണ്ടുകളിൽ, അങ്ങനെയുള്ള അസറ്റ് ക്ലാസ്സുകളിലായിരിക്കും കൂടുതൽ അലോക്കേഷൻ കൊടുക്കേണ്ടത്. അവയർനെസ് പ്ലസ് ആക്ഷൻ, അതായിരിക്കും നിങ്ങളുടെ റിയൽ വെൽത്ത് എത്രയാണ് എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ലേറ്റ് ആയിട്ട് തുടങ്ങുന്നതല്ല പ്രശ്നം, ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അടുത്ത 10-15 വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നും മറക്കാതിരിക്കുക. ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ തുടങ്ങുക. ഇനി നിങ്ങൾ ലേറ്റ് ആകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ.